ഇതാണ് സാംസങ് ഗാലക്സി S21 5G നമസ്കാരം ഗൈസ്, ഞാൻ ആദ്യമായിട്ട് ഒരു അൺബോക്സിംഗ് വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. ഫ്രണ്ട്സ്, ഓൾറെഡി ഞാൻ എക്സൈറ്റഡ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുപോലൊരു മൊബൈൽ ഞാൻ മുന്നേ ഇതേവരെ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഉടനെ തന്നെ സമയം കളയാതെ ഈ സാംസങ് 512GB 16 RAM 16GB 512GB ROM എന്ന് എഴുതിയിട്ടുള്ള ഈ പരിസരത്താണ് അതിൻ്റെ ബാർകോഡ് കാര്യങ്ങളൊക്കെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യും. വാവ്, സിൽവർ പാക്കപ്പ് ആയതുകൊണ്ട് അതിൻ്റേതായൊരു ലുക്ക് ഇതിൽ കാണുന്നുണ്ട്. ഇത് ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്യാനുള്ള നമ്മളെ ടൂൾ എടുത്തിരിക്കുകയാണ്. ഇനി അത് നമ്മൾ സൂക്ഷ്മമായിട്ട് ഇത് കട്ട് ചെയ്യാണ്, സീല് മുറിക്കുകയാണ്. ഓക്കെ, ഒരു സീല് മുറിച്ച് കഴിഞ്ഞ് വീണ്ടും അടുത്ത സീല് മുറിച്ച് കഴിഞ്ഞ് സാംസങ് ഇതൊരു ചെറിയൊരു ബോക്സിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ഓൾറെഡി നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ബോക്സ് തുറക്കാണ്. വാവ്, ഇതായിരിക്കണു നമ്മുടെ സാംസങ് ഗാലക്സി 5G അൾട്ര മൊബൈൽ. നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. സിൽവർ കളറിൻ്റെ അതിപ്രസരം നമുക്കിതിൽ കാണാം. കണ്ടോ, സിൽവറാണ്. ലൈറ്റ്, എൻ്റെ റൂമിൽ ലൈറ്റ് ചെറിയൊരു പ്രശ്നം തോന്നിക്കുന്നുണ്ട്. അപ്പം എന്നാലും നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ കാണാമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതാണ് സാംസങ് ഗാലക്സി മൊബൈൽ. ഇത് സിൽവർ കളറാണ്. ഇതിൻ്റെ ഓൾറെഡി ബാക്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഉണ്ട്, ഫ്രണ്ടിലും അതുപോലെ ഒരു ചെറിയൊരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് കാണുന്നുണ്ട്. അപ്പം ഇപ്പം ആദ്യം നമ്മളത് മാറ്റി വയ്ക്കാം. നമുക്ക് ആദ്യം തന്നെ സാംസങ് ഗാലക്സിയുടെ ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെയുള്ള ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം. ഇതൊരു സ്റ്റിക്കറാണ്. ഇതൊരു സ്റ്റിക്കറാണ്. ഇത് സ്റ്റിക്കർ എൻ്റെ IMEI കാര്യങ്ങളൊക്കെയുള്ള ഒട്ടിക്കാനുള്ളൊരു സ്റ്റിക്കറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ അതിൻ്റെ ഒരു ഈ ബോക്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു പാക്കിംഗ് ഉണ്ട്. ആകെ കൂടി ഇത് മാത്രമേ ഉള്ളൂ ഈ ബോക്സിൻ്റെ ഉള്ളൂ, പിന്നെ ഉള്ളത് കാലിയാണ്. അപ്പോൾ ഈ ചെറിയ ഈ പാക്ക് അല്ലെങ്കിൽ ഈ കിറ്റിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയ കിറ്റാണ്. അപ്പം ഞാനിത് ഓപ്പൺ ചെയ്യാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണാം ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ് കാണാനുള്ളത്. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്, എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത്, എങ്ങനെയുള്ള ജസ്റ്റ് അതിൻ്റെ ഗൈഡ് കാറ്റലോഗാണ് ഇത്. നമ്മളിത് മാറ്റി വയ്ക്കണം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു അറബിയിലുള്ള വാറൻറ്റി കാർഡുണ്ട്. അതൊരു നല്ല കാര്യമാണ്. 1 year വാറൻറ്റിയാണ് പുതിയ മൊബൈലിന് സാംസങ് കൊടുക്കുന്നത്. ഖത്തറിൽ നിന്നാണ് ഈ മൊബൈൽ വാങ്ങിച്ചത് കൊണ്ട് ഇതിൻ്റെ അറബിയിലുള്ള വെർഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ചാർജറാണ് ഉള്ളത്. ഓക്കെ, കൂടാതെ ഇതിൻ്റെ ഒരു സിം ഇജക്ടർ പിന്നും അവർ കാണുന്നുണ്ടോ? സിം ഇജക്ടർ പിന്ന് ഓൾറെഡി ഇതിൽ തന്നിട്ടുണ്ട്. പിന്നെ C2C കേബിള് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഓക്കെ, കേബിള് C2C കേബിളാണ്. അതായത് C40 C40ക്ക് മാത്രം ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു അഡാപ്റ്റർ എക്സ്ട്രാ വാങ്ങിക്കേണ്ടതുണ്ട്, എന്നാലാണ് അത് ഫാസ്റ്റ് ചാർജിങ് പറ്റുള്ളൂ. ഹലോ ഗൈസ്, ഈ കേബിള് C2C കേബിളാണ്. C2C കേബിളാണ്. ഇത് വെച്ച് ചാർജ് ചെയ്യാനായിട്ട് നമുക്കൊരു അഡീഷണൽ ആയിട്ട് ഒരു അഡാപ്റ്റർ വാങ്ങിക്കേണ്ടതുണ്ട്. അതെന്തായാലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. അതിൻ്റെ ഓൾറെഡി സാംസങ്ങിൻ്റെ തന്നെ ബഡ്സ് ഉണ്ട്. ഇതിൻ്റെ ചാർജർ വെച്ച് ചാർജ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഓക്കെയാണെന്ന് അവർ പറഞ്ഞത്. അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ചാർജർ വെച്ച് ചാർജ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി മൊബൈലിലോട്ട് പോവാം. ഇനി നമുക്ക് മൊബൈലിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഓക്കെ, ഇതിൻ്റെ പുറകുവശത്തായിട്ട് ഓൾറെഡി ഒരു ലെയർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒഴിവാക്കാണ്. അപ്പോഴാണ് ഇതിൻ്റെ സിൽവർ കളറിൻ്റെ
ഒരു ഷൈനിങ് നമുക്ക് ശരിക്കും ഇതിൽ കാണുന്നത്. ഇതൊരു നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടാതെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ഒഴിവാക്കാണ്. അതൊരു നല്ലൊരു കാര്യമാണ്. ക്യാമറ പ്രൊട്ടക്ഷൻ, ക്യാമറ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട് നമുക്ക് ഇതൊരു മാറ്റ് ഫിനിഷാണ്. സിൽവർ. ഓക്കെ, നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയ്യിൽ നിന്ന് വഴുതി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാംസങ് ഈ രീതിയിൽ ഒരു മാറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, മാറ്റ് ഫിനിഷാണ്. കൂടാതെ ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഗാർഡും ഉണ്ട്. ഇതിന് ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഗാർഡും ഓൾറെഡി ഇതിനുണ്ട്. അപ്പോൾ ഞാൻ അതും നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഒഴിവാക്കാണ്. ഓക്കെ, അത് ഞാനപ്പോൾ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ മൊബൈൽ ബൂട്ട് ചെയ്യാം. അതായിരിക്കും അടുത്തതായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, പുതിയ മൊബൈലാണ്. ഫസ്റ്റ് തവണ ബൂട്ട് ചെയ്യാൻ പോവാണ്. എന്ത് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാം. വാവ്, സാംസങ് ഗാലക്സി S21 5G അൾട്ര മൊബൈൽ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സിൽ അത് ബൂട്ട് ചെയ്ത് അതിൻ്റെ ഫുൾ ഫങ്ഷനിലേക്ക് വരും. ഇപ്പോൾ ഇറ്റ്സ് എ ത്രില്ലിംഗ് മൂമെന്റ് മാൻ. 16 GB റാം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ബൂട്ടിംഗ് സെക്കൻഡ്സ് എന്നൊക്കെ പറയുന്നത് വളരെ വളരെ മൈന്യൂട്ടാണ്. ഇതിൽ 10% ആണ് ഇതിൻ്റെ ചാർജിങ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഓൾറെഡി പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കവർ ചെയ്യാണ്. ഫ്യൂഗൽ ആൻഡ് യൂസർ ലൈസൻസ്, പ്രൈവസി പോളിസി, ഐ ഹാവ് ടു എഗ്രി ചെയ്തു നമ്മൾ മുന്നോട്ട് പോകണം. ഏഡ് നെറ്റ്വർക്ക്, ഓക്കെ, ഞാൻ ഇപ്പം തന്നെ നെറ്റ്വർക്ക് ഏഡ് ചെയ്യണം. ഇതെൻ്റെ കമ്പനിയിലത്തെ നെറ്റ്വർക്കാണ്. കണക്ട് ചെയ്യണം, ഇരിക്കട്ടെ. കാരണം എന്തായാലും ഈ മൊബൈൽ ഇപ്പോൾ തന്നെ യൂട്ടിലൈസ് ചെയ്യും. കാരണം എൻ്റെ പഴയൊരു മൊബൈൽ iPhone 7 Plus ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് മാറ്റി ഞാൻ ചെറുതായിട്ട് പാസ്വേഡ് കറക്റ്റാവുമെന്ന് വിചാരിക്കുന്നു. വാവ്, അപ്പോൾ ഓൾറെഡി എൻ്റെ വില്ലയിലെ ഇൻ്റർനെറ്റ് കണക്റ്റ് ആയിരിക്കുകയാണ്. വി മൂവ് ഫോർവേഡ്, സ്കിപ്പ് പ്രൊവൈഡർ സെറ്റപ്പ്, റീസ്റ്റാർട്ട്. ഞാൻ റീസ്റ്റാർട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ബൂട്ട് ചെയ്യുന്ന നേരം എത്രയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് ചെക്ക് ചെയ്യാം. വാവ്, ഒരു പുതിയ ഫോണിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് കൂടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. എന്തായാലും ഇതൊരു പുതിയ ടൈപ്പ് വീഡിയോ ആണ്. പലരും പല ടൈപ്പ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരിക്കും. കണ്ടോ, നല്ലൊരു ഹാൻഡിയാണ്. പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോവില്ല. മാത്രമല്ല 5G അൾട്ര ആയതുകൊണ്ട് 4 ടൈപ്പ് ക്യാമറയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്യാമറ ക്വാളിറ്റിയെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഓൾറെഡി വീണ്ടും റീസ്റ്റാർട്ടായി വന്നിരിക്കുകയാണ്. How to power off your button? No need. Cancel. Copy apps and data. ഇപ്പോൾ you can choose to transfer your apps, photos, contacts, Google account and more. Actually, don't copy. Just a second. അപ്പോൾ മൊബൈൽ ബൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കിപ്പ്. ഞാൻ എൻ്റെ ഇമെയിൽ ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. Skip. Use location. Then install app. Okay. Accept. Fingerprints. Continue.
മൊബൈൽ ഇങ്ങനെ ബൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാറ്റേൺ മീഡിയം സെക്യൂരിറ്റി പിൻ പാറ്റേൺ എന്ന് പറയുമ്പോൾ പാസ്വേഡ് പിൻ. ഇപ്പോൾ തൽക്കാലം നമ്മൾ പോവാണ്, നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. സ്കിപ്പ് എനിവേ. ഫോൺ ഈസ് ഗെറ്റിംഗ് ടു റെഡി. കാരണം എൻ്റെ വീഡിയോ എടുക്കുന്ന മൊബൈലിലെ ചാർജും തീരാറായി. ഇപ്പം നമുക്ക് സ്റ്റാർട്ടപ്പ് തന്നെ ഒരു സ്മാർട്ട് ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളത് നെക്സ്റ്റ് അടിച്ച് പോവാണ്. സാംസങ് അക്കൗണ്ട് സ്കീപ്പ്, സാംസങ് പേ, സാംസങ് ക്ലൗഡ്, ബിബിക്സ്, ഗാലക്സി തീം, സ്പോട്ടിഫൈ, ഫൈൻഡ് യുവർ മൊബൈൽ, ഇങ്ങനെയുള്ള പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മളതൊക്കെ സ്കിപ്പ് അടിച്ച് പോവാണ്. യു ആർ ഓൾ സെറ്റപ്പ്, ഫിനിഷ്. ഇത്രയും പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സാംസങ്ങിൻ്റെ സെർച്ച് ഫോർ ന്യൂ മൊബൈൽ പ്ലാൻ, നോ നീഡ്. സാംസങ്ങിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിൽ ഞാൻ സിം ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് സാംസങ് ഫിനിഷിംഗ് സെറ്റപ്പ് യുവർ സാംസങ് ഗാലക്സി S21 അൾട്ര. സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10 seconds. കുറച്ച് കാര്യങ്ങളുള്ളൂ. ഓൾറെഡി വൈഫൈ കണക്ട് ചെയ്തതുകൊണ്ട് ഓട്ടോമാറ്റിക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ. ഓക്കെ, പിന്നെ എന്ന് പറയുന്നത് ഗാലക്സി നത്തിങ്, യു സി നത്തിങ് ഇൻ ദ മൊബൈൽ. അതിനുശേഷം ഓൾറെഡി ഇൻബിൽട്ടായിട്ട് ഒരുപാട് ആപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ആദ്യം തന്നെ എടുത്ത് നമ്മളൊരു യൂട്യൂബ് എടുക്കുകയാണ്. ജസ്റ്റ് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അറിയാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് തന്നെ ജസ്റ്റ് തൊട്ടാൽ മതി, യൂട്യൂബ് പറക്കുന്നുണ്ട്. റൗഡി ബേബി നോക്കാം. പരസ്യമുണ്ട്. പത്ത് സെക്കൻഡിൽ കൂടാതെ നമ്മൾ നല്ല സ്പീഡ് ഉണ്ട് ഇൻ്റർനെറ്റിന്. ഇത് ലേറ്റസ്റ്റ് മോഡൽ ഇൻ്റർനെറ്റ് വൈഫൈ സെറ്റപ്പാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ വൈഫൈ ക്യാപ്പബിലിറ്റി ഇതിൻ്റെ കൂടെ ഇറങ്ങുന്ന മറ്റേത് ഫോണിനേക്കാൾ സൂപ്പറാണ്. അപ്പോൾ ഫൈനൽ ആയിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ അപ്പോൾ ഗൈസ്, അപ്പോൾ ഫൈനലായിട്ട് ഈ മൊബൈലിൽ ആകെ കൂടി നമുക്ക് കിട്ടുന്നത് ഒരു കേബിൾ, അതിൻ്റെ പിന്ന്, പിന്നെ കാറ്റലോഗ്, വാറണ്ടി കാർഡ്, പിന്നെ അതിൻ്റെ കവറ്. ഇതിൻ്റെ കവറാണ്. ഇത് നല്ലൊരു കവറാണ്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന ബില്ലാണ്. ഓക്കെ, പിന്നെ നമ്മുടെ അതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടും. അത് ഓൾറെഡി ഇപ്പോൾ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ.